കേരളത്തിലെ സാമ്പത്തിക നിലയെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു വളരെ ഗുരുതരമായ ഒരു സാമ്പത്തിക നിലയുള്ള ഒരു സംസ്ഥാനം. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. ഇവിടെ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ആന്റണി മുണ്ട് മുറുക്കി കൊടുക്കണം, കുറച്ചു കാലത്തേക്ക് കാര്യങ്ങളൊന്നും നടത്താനാവില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് തുടങ്ങിയത്. എന്നിട്ട് ആരോടെങ്കിലും ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടണ്ടേ? ഇത് നേരത്തെ LDF ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള നുണപ്രചാരവേലയുടെ ഒരു ആവർത്തനമാണ്. അത്രയും വേണം കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. എന്റെ ആദ്യത്തെ ചോദ്യം, മുഖ്യമന്ത്രി ആയിരിക്കെ ഗൺമാൻമാരിറങ്ങി സമരക്കാരെ തല്ലിച്ചതച്ചതിനെ മുൻ മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്നാണ് വിശദീകരിച്ചത്. ആ രക്ഷാപ്രവർത്തനം കോടതി നിർദ്ദേശപ്രകാരം പുനരന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു ആദ്യ മന്ത്രിസഭാ യോഗം. ഇതേക്കുറിച്ചുള്ള പ്രതികരണമാണ് ഞാൻ ആദ്യം തേടിയത്. നിങ്ങളെ ചോദ്യം ഞാൻ കേൾക്കാതെയൊന്നുമില്ല. ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ആദ്യത്തെ ദിവസം ചർച്ച ചെയ്യേണ്ടത് അതല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. നിങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയം LDF ഗവൺമെന്റിന്റെ കൊള്ളരുതായ്മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നൊരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ചെയ്യുന്ന ആദ്യത്തെ കാര്യങ്ങൾ എന്തെന്നാണല്ലോ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് നടന്നിരിക്കുന്ന ഒരു കാര്യം അത് പരിശോധിക്കാൻ എന്നെ നാണം കെടുത്തരുത്. ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഈ തളിപ്പറമ്പിൽ നിന്ന് തുടങ്ങിയ രക്ഷാപ്രവർത്തനമായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, രക്ഷാപ്രവർത്തനം നടത്തിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ, അത് കണ്ണൂർ ജില്ലയിൽ തന്നെ ജനം മറ്റൊരു രക്ഷാപ്രവർത്തനം നടത്തി. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. തളിപ്പറമ്പിൽ നടത്തി, പയ്യന്നൂരിൽ നടത്തി, ധർമ്മടത്ത് ഏതാണ്ട് 6 റൗണ്ട് വരെ ആ രക്ഷാപ്രവർത്തനം നീണ്ടു നിന്നു. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. കരിങ്കൊടി കാണിച്ച് മാറി നിന്ന് ലോക്കൽ പോലീസ് അറസ്റ്റ് ചെയ്ത് വച്ച 2 പേരെ വണ്ടിയിൽ നിന്ന് യാതൊരു കാരണവുമില്ലാതെ ഇറങ്ങി വന്ന് മൃഗീയമായി തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യം കേരളം മുഴുവൻ കണ്ടിട്ടും അത് കോടതി അവർക്കെതിരെ നടപടിയെടുക്കാൻ പറഞ്ഞിട്ടും അത് എടുക്കാതെ വന്നപ്പോൾ ഞങ്ങൾ അന്നേ പ്രഖ്യാപിച്ചതാണ് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ആ കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന്. ഇവൻ എന്നെ കൊണ്ട് പോകുള്ളെന്ന് തോന്നുന്നു. എന്തായാലും നിന്നെ ഇനി ഇവിടെ വെച്ച് പൊറിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. ശ്രീ അബിൻവർ കെ, അദ്ദേഹം ഇതിനെ കോമാളി സമരം എന്ന് മഹിളാ മോർച്ചയുടെ സമരത്തെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. അപ്പോ വളരെ വ്യക്തമായിട്ടറിയാം, അബിൻവർ കെയും പ്രതിപക്ഷത്തിരുന്ന് സമരമൊക്കെ ചെയ്ത ആളല്ലേ. ഈ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല എങ്കിൽ ഏതു രീതിയിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുൾപ്പെടെ മഹിളാ പ്രവർത്തകരുൾപ്പെടെ തെരുവിലേക്ക് ഇറങ്ങുക എന്നുള്ളത് നന്നായിട്ട് അറിയാം. നീ പേടിക്കണം. അത്രേ ഉള്ളോ? ഇത്രേ മതിയോ? അബിൻ വർക്കിക്കും ഇപ്പൊ അബിൻ വർക്കിയുടെ സർക്കാരിനും അത് അറിയാവുന്നതുകൊണ്ട് സമരം ചെയ്യേണ്ടത്. സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യും മുമ്പ് എങ്ങനെയാണ് സമരം ചെയ്യുക? അപ്പോൾ അതിനെ പല വിശേഷണങ്ങൾ കേൾക്കേണ്ടി വരില്ലേ? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ ഈ 15-ാം തീയതി ഒരു മന്ത്രിസഭ അധികാരം ഏറ്റെടുക്കണ്ടേ? അതായത് മന്ത്രിസഭ ആരാണെന്നുള്ളത് ഗവർണർക്ക് ലിസ്റ്റ് കൊടുത്ത് ഞങ്ങളുടെ ഭൂരിപക്ഷം തെളിയിച്ച് സർക്കാർ ഉണ്ടായതിനു ശേഷമല്ലേ ഒരു നയം തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. ഇനി അതൊക്കെ പോട്ടെ, ഞാൻ ഇനിയിപ്പോ ഇവരുടെ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും പറയണില്ല. ഒരു മിനിമം മര്യാദ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു മന്ത്രിസഭ വന്നു കഴിഞ്ഞ്, ഒരു സർക്കാർ വന്നു കഴിഞ്ഞ് അവരെന്താണ് ചെയ്യുന്നത്, ആദ്യത്തെ ക്യാബിനറ്റിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നെങ്കിലും നോക്കിയിട്ട് വേണ്ട ഒരു സമരമൊക്കെ ചെയ്യാൻ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ. പിന്നെ ഇവിടെ ഈ വാഗ്ദാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒറ്റ കാര്യമാണ്, ഈ 15 എന്നുള്ളൊരു നമ്പർ പറഞ്ഞതുകൊണ്ട് ആ വാഗ്ദാനം പറയാം. 15 ലക്ഷം രൂപ എവിടെയാണ്? ഓർക്കുന്നുണ്ടോ സിന്ധുമോളെ? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ഉരുളൊന്നും വേണ്ട ഇക്കാര്യമേ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പ്രിയപ്പെട്ട സിന്ധുമോൾ ഓർക്കുന്നുണ്ടാവില്ലേ? 15 ലക്ഷം 2014 പ്രഖ്യാപിച്ച വർഷം 22 കഴിഞ്ഞു. എവിടെ പോയി 15 ലക്ഷം? ശ്രീമതി സിന്ധുമോളിന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ? അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്നറിക്കണേ? ഈ കേരളത്തിൽ ആരെങ്കിലും അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ? ആ 15 ലക്ഷം എവിടെ പോയി? 12 കൊല്ലം കഴിഞ്ഞല്ലോ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇപ്പൊ നിങ്ങൾ ആശാ വർക്കർമാർക്ക്
ആശാ വർക്കർമാർക്ക് 3000 രൂപ കൂട്ടിയെന്ന് നിങ്ങൾ പറഞ്ഞു. ശരിയാ, തീർച്ചയായിട്ടും. നിങ്ങൾ മനോഹരമായി 15 ലക്ഷം എവിടെയാണ്? അതും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ. ശരി, താങ്കളെ പറഞ്ഞ് സമ്മതിച്ചു. ആ 15 ലക്ഷം എവിടെ? അതൊന്ന് ഓർമ്മപ്പെടുത്താവോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണ്ട. 2014 പറഞ്ഞ 15 ലക്ഷം എവിടെയാണ്? ഏത് അക്കൗണ്ടിലാണ്? ഒന്ന് ഓർമ്മപ്പെടുത്താവോ? ഇത് എവിടെ നിന്ന് കേട്ടു 15 ലക്ഷം വെച്ച് അക്കൗണ്ട് വരുന്നത്? എത്ര തവണ അതെ, ഞങ്ങൾക്ക് ആർക്കും അൽഷിമേഴ്സ് വന്നിട്ടില്ല. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഇവിടെ ഇപ്പോ പറഞ്ഞു കരിങ്കോടി കാണിച്ചതിനെ സംബന്ധിച്ച്. കരിങ്കോടി കാണിച്ചതിന്റെ പേരിൽ ആയിരക്കണക്കിന് ആളുകൾ ജയിലിൽ കിടന്നൊരു പ്രസ്ഥാനമാണ് ഈ കേരളത്തിലെ ഇന്നത്തെ പ്രതിപക്ഷം. എങ്ങനെ എന്താ വിശ്വാസമാവില്ലേ? ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. നിങ്ങളിപ്പോ രണ്ടാളെ കരിങ്കൊടി കാണിച്ച് മർദ്ദിച്ചെന്തോ മഹാ സംഭവമായിട്ട് അവതരിപ്പിക്കുക. ഇവിടെ ഈ പിന്നിട്ട് പോയ 5 വർഷക്കാലമാണ് കേരളത്തിൽ സംഘടിതമായ വെടിവെപ്പില്ല, ലാത്തിച്ചാർജില്ല. ചട്ടവിരുദ്ധമായി തല്ലിയ ഏത് സംഭവമുണ്ട് കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാൻ? ശ്രീ എം പ്രകാശൻ, ഗൺമാൻ ഒരിക്കലും ആ VIP-യുടെ സെക്യൂരിറ്റി വിട്ട് അദ്ദേഹത്തിനടുത്തുനിന്ന് പോകാനേ പാടില്ല. എന്ത് ചട്ടപ്രകാരമാണ്, എന്ത് അധികാരം ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ഇറങ്ങി സമരക്കാരെ തല്ലുന്നത്? താങ്കൾ പറയൂ, കേരളത്തിൽ മുമ്പ് അങ്ങനെ ഒരു ഉദാഹരണം? സമരം ചെയ്തു അടികൊണ്ടു ആളുകൾ ജയിലിൽ പോകുന്നു. പക്ഷേ അത് സംബന്ധിച്ച് നിങ്ങൾ എത്ര ജയിലിൽ പോയിട്ടുണ്ട്? അത് ഉത്തരം പറ. അത് ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? അത് സംബന്ധിച്ച് നേരത്തെ ഒരു അന്വേഷണം കേരളത്തിലെ പോലീസ് നടത്തിയിട്ടുണ്ട്. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അതുപോലെ തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും പെട്രോളിന് വിലവർധന ഉണ്ടായിട്ടില്ല. വെറുതെ ചിരിപ്പിക്കരുത്. ഈ കേരളത്തിൽ നിങ്ങൾ അധികാരത്തിൽ വന്നല്ലോ, ഒരു 2 രൂപ ഓപ്പൺ ഡിബേറ്റിൽ ചോദിക്കാൻ. എവിടെ? ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. വിലവർധന ഉണ്ടായിട്ടില്ല. ഈ കേരളത്തിൽ നിങ്ങൾ അധികാരത്തിൽ വന്നല്ലോ, ഒരു 2 രൂപ ഓപ്പൺ ഡിബേറ്റിൽ ചോദിക്കുകയാണ്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ നരേന്ദ്രമോദിയെ. അല്ല, ഒരു കാര്യം നിഷ, അതിനൊരു മറുപടി പറഞ്ഞു പോണം. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇനി കിട്ടണത് നീ മേടിച്ചോ. കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്ന് എനിക്ക് രണ്ടിലൊന്നറിയണം. അതിന് TP സിന്ധുമോൾ ഒരു കാര്യം പറ. പെട്രോളിനും ഡീസലിനും UPA സർക്കാരിന്റെ കാലഘട്ടത്തിലെ നികുതിയും ഇപ്പോഴത്തെ നികുതിയും എത്രയാണ്? ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. എന്താണ് പുളുന്താനാശാന്റെ ഒരു മൗനവ്രതം? മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. പെട്രോളിനും ഡീസലിനും UPA സർക്കാരിന്റെ കാലഘട്ടത്തിലെ നികുതി എത്രയാണ്? ഇപ്പോഴത്തെ നികുതി എത്രയാണ്? ജസ്റ്റ് ഈ ഫോണുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബെസ്റ്റ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. എടാ, നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.